ഹലോ, ഒരു കഥ പറയട്ടെ. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം ഹൊറർ ഷോർട്ട് ഫിലിമാണ്. മൂവിയുടെ പേര് 3. മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 പേരടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലി. അവർ അവരുടെ പഴയ തറവാട്ടിലേക്ക് വരുന്നു. പക്ഷേ ആ തറവാട്ടിൽ ദുർദേവത ആരാധന പോലുള്ള കർമ്മങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ വന്നതിന് ശേഷം ആ ഫാമിലിക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് കഥ. അപ്പോൾ കഥ കേൾക്കാം. കഥ തുടങ്ങുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് തറവാട്ടിൽ 10-18 വർഷങ്ങൾക്ക് മുന്നേ 3 ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം ആ വീട്ടിൽ ആർക്കും സമാധാനത്തോടെ താമസിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ്. ഇതേ സമയം അച്ഛൻ, അമ്മ, മകൻ 3 തുടങ്ങുന്ന 3 പേര് തറവാട്ടിലേക്ക് വരുന്നുണ്ട്. അവർ വന്നതിന് ശേഷം വീടൊക്കെ ചുറ്റിക്കാണുകയാണ്. ആ വീടിൻ്റെ ചുമരിൽ ഒരു കാരണവരുടെ ഫോട്ടോ ഉണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് അനിൽ. അനിൽ വൈഫിനോട് പറയാണ്, മുകളിലത്തെ മുറിയിൽ ഈ കാരണവർ പണ്ട് പലവിധ പ്രയോഗക്രിയകൾ നടത്തിയിട്ടുണ്ട്. അവിടുന്ന് സീന് കട്ട് ചെയ്താൽ അവിടെ വീടിൻ്റെ പരിസരം ക്ലീൻ ചെയ്യുന്ന 2 ചേച്ചിമാർ, അവർ 2 പേരും പരസ്പരം പറയുകയാണ്, ഈ തറവാട്ടിൽ മുൻപ് താമസിച്ച ആൾക്കാർ പേടിച്ച് വീട് വിട്ട് പോയതാണ്. തറവാട്ടിൽ നടക്കുന്ന ഈ ആരാധന കാരണം ഇനിയും ഈ ഫാമിലിയിൽ അനർത്ഥം ഉണ്ടാവും. അന്ന് രാത്രി തന്നെ ഒരു തിരുമേനി വന്ന് ആ മുറിയിൽ ചില ആരാധന റിച്വൽസ് ചെയ്യുകയാണ്. ആ മൊത്തം ഫാമിലി അവിടെ വന്നിട്ട് പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ശേഷം ലേറ്റ് നൈറ്റ് ആ രാത്രിയിൽ അനിൽ പെട്ടെന്ന് ഉറക്കം എണീക്കുകയാണ്. ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടിട്ട് അനിൽ ആകെ വരച്ചുപോയി. തൻ്റെ മൊത്തം ഫാമിലിയും ആ റൂമിൽ തൂങ്ങി മരിച്ചതായിട്ടാണ് സ്വപ്നം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ അനിലും വൈഫിനും നേരത്തെ അറിയാം. ഈ പേടിയൊക്കെയാണ് അനിലിങ്ങനെ സ്വപ്നം കാണാൻ കാരണം. പിറ്റേ ദിവസം കുട്ടിയുടെ പേര് ആദി എന്നാണ്. ആദ്യം അടുത്തുള്ള ട്യൂഷൻ ക്ലാസ്സിലിരിക്കുകയാണ്. ആദ്യം വരച്ച ചിത്രം എടുത്തിട്ട് ടീച്ചർ നോക്കുമ്പോൾ ടീച്ചർ പെട്ടെന്ന് പേടിക്കും. ടീച്ചർ പെട്ടെന്ന് തന്നെ പാരൻസിനെ വിളിക്കും. ആ ചിത്രത്തിൽ 3 പേര് തൂങ്ങി മരിച്ച് നിൽക്കുന്നതാണ് ആദ്യം സ്കെച്ച് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ട ടീച്ചർ പാരൻസിനോട് പറയാണ്, കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം, എത്രയും പെട്ടെന്ന് തിരുമേനിനെ കാണണം. അവർ 2 പേരും പെട്ടെന്ന് തന്നെ തിരുമേനിനെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം എന്ന പോലെ ചില കർമ്മങ്ങൾ ചെയ്യുകയാണ്. അനിൽ തന്നെ ആ കർമ്മങ്ങൾ ചെയ്ത് തൽക്കാലം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം പോലെ ആയി. എന്നാൽ പിന്നെ ആ ചിത്രം ബാത്റൂമിൽ കാണുകയാണ്. മാത്രമല്ല ഇത്തവണ ബാത്റൂമിൽ ഒരു പാമ്പൂടെ ഉണ്ട്. ശരി, ഇപ്പോൾ ഇതെന്താ ഇപ്പോൾ കഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ തിരുമേനിനെ വിളിക്കുകയാണ്, എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അനിലും ഫാമിലിയും ആകെ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുക. മാത്രമല്ല തിരുമേനി പറയാണ്, കിട്ടുന്ന കാശിന് തറവാട് വിട്ടു പോകണം. കുടുംബത്തിൽ ഓൾറെഡി 2 പേര് മരണപ്പെട്ടു, ഇതിനി 5 വരെ ആകാം. അപ്പോൾ തന്നെ അനിലും ഫാമിലിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട് വിട്ട് ഇറങ്ങാൻ പോകാൻ തീരുമാനിച്ചു. ഓൺ ദ വേയിൽ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇവിടെയാണ് ഒരു കുഞ്ഞു ടെസ്റ്റ് കൊടുക്കണത്. ആദിക്ക് വീടിനടുത്ത് നിന്ന് കിട്ടിയ ഒരു പേപ്പറിൽ 3 പേര് സ്വിമ്മ് ചെയ്യുന്ന ഫോട്ടോ, ഓക്സിജൻ മാസ്ക് ഇട്ടിട്ട് 3 പേര് സ്വിമ്മ് ചെയ്യുന്നൊരു ഫോട്ടോ. ഇതാണ് നമ്മുടെ ആദി ബാത്റൂമിലും ബുക്കിലുമൊക്കെ വരച്ചത്. അപ്പോൾ ട്വിസ്റ്റ് എങ്ങനെയുണ്ട്? ഈ ഷോർട്ട് ഫിലിമിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എവിടെയാണ്? ഈ കുട്ടിയായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കൺഫ്യൂഷനോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.